ഐഡിയ ഒരുപാട് കൂടിപ്പോയി പണി കിട്ടാന്ന് കേട്ടിട്ടുണ്ടോ? എന്നാൽ അങ്ങനെ ഒരു കേക്കാണ് കേട്ടോ ഞാൻ ഇന്ന് ചെയ്യുന്നത്. എനിക്ക് ഭയങ്കര ഐഡിയ ചെയ്ത് എനിക്ക് ഭയങ്കര മുട്ടൻ പണിയാണ് ഇത് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ കേക്ക് 3 ടയർ കേക്കാണ് കേട്ടോ. 2 kg ആണ് കേട്ടോ. അതിൻ്റെ വെയിറ്റ് ഫ്ലേവർ വന്നിട്ട് ടെൻഡർ കോക്കനട്ടാണ്. അപ്പോൾ ഞാനിവിടെ 2 kgയുടെ ബാറ്റർ 8 ഇഞ്ച് 6 ഇഞ്ച് 5 ഇഞ്ച് എന്നീ കേക്കിലാട്ടോ ബേക്ക് ചെയ്തിട്ടുള്ളത്. 3 ലെയറായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് 5 കരിക്കാണ്. കുറച്ച് കട്ടിയുള്ള ഭാഗം നമ്മൾ മിക്സിയിൽ ബ്ലെൻഡ് ചെയ്തിട്ട് മിൽക്ക് മെയ്ഡോട് ആഡ് ചെയ്തിട്ടാണ് ഇതിന് ഫില്ലിങ്സ് ആയിട്ട് കൊടുക്കുന്നത്. പിന്നെ അതിൻ്റെ ഇളം ഭാഗം എടുത്ത് കട്ട് ചെയ്ത് നമ്മൾ പീസസ് ആക്കി ഒരു ലെയറിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ ഉള്ളിൽ കൊടുക്കുന്ന ക്രീമിനകത്ത് നമ്മൾ ഈ കരിക്കിൻ്റെ മിക്സ് കൂടെ ചേർത്തിട്ടാണ് കേട്ടോ ആ ഒരു ക്രീം ആക്കിയിട്ടുള്ളത്. പിന്നെ ഈ നമ്മൾ ഫില്ലിങ്സ് കൊടുക്കുന്നത് ഒലിച്ചിറങ്ങാതിരിക്കാനായിട്ട് പൈപ്പിംഗ് ബാഗിൽ കുറച്ച് ക്രീം ആക്കിയിട്ടാണ് കേട്ടോ നമ്മൾ സൈഡിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതിന് യൂസ് ചെയ്യുന്ന സിറപ്പ് എന്ന് പറഞ്ഞാൽ ടെൻഡർ കോക്കനട്ട് വാട്ടറിൽ കുറച്ച് മധുരം കൂടി ചേർത്തിട്ടുണ്ട് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ട് കേക്ക് സെറ്റ് ചെയ്യാൻ വയ്ക്കുക. ക്രം കോട്ട് അടിച്ച് 1/2 മണിക്കൂർ ഞാൻ ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വെച്ചിട്ടാണ് കേട്ടോ ഫൈനൽ കോട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ക്രീമിലേക്ക് ഒരു ഡ്രോപ്പ് എഗ് യെല്ലോ കളർ ആഡ് ചെയ്തിട്ടാണ് ഓഫ് വൈറ്റ് ആയിട്ടുള്ള ഈ കളർ ആക്കി എടുത്തിട്ടുള്ളത്. അങ്ങനെ ഇവിടെ 3 കേക്കും കംപ്ലീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ അത് സ്റ്റാക്ക് ചെയ്യുന്നത് ഒരു ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള ഡ്രം ബേസ് അല്ല, നോർമൽ ആയിട്ടുള്ള കേക്ക് ബേസ് ആണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ടയർ കേക്കിനൊക്കെ ഡ്രം ബേസ് വെക്കണം എന്നുള്ളതുകൊണ്ട് തന്നെ ഒരു ബേസ് കൂടെ സെയിം ബേസ് എടുത്തിട്ട് ഞാനിവിടെ ഡബിൾ ടേപ്പ് ഒക്കെ ഒട്ടിച്ച് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഏതാണ്ട് ഡ്രം ബേസ് കണക്ക് ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ചെയ്തിട്ട് സ്റ്റാക്കിങ് കണക്കാണ്. അപ്പോൾ ഓരോ ലെയർ വെക്കുമ്പോഴും കേക്ക് ഇടിഞ്ഞ് പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ ഉള്ളിൽ സ്ക്യൂസ് കൊടുക്കണം കേട്ടോ. അവസാനം 3 കേക്കിനെ യോജിപ്പിച്ച് 2 സ്ക്യൂസും കൂടെ ഉള്ളിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്താ ഇവിടെ കേക്കിൻ്റെ സ്റ്റാക്കിങ് കഴിഞ്ഞു. ഒരു 1/2 മണിക്കൂർ വീണ്ടും ഫ്രിഡ്ജിനകത്ത് ഇരുന്നോട്ടെ. ഇനി എനിക്ക് പണി കിട്ടിയ ഭാഗം ഇനിയാണ് കേട്ടോ വരാൻ പോകുന്നത്. ഞാൻ 2 പൈപ്പിംഗ് ബാഗിലായിട്ട് പിങ്ക് കളറും പർപ്പിൾ കളറും ക്രീം എടുത്തിട്ടുണ്ട്. അതിങ്ങനെ ഒരു വേവി ആയിട്ട് ഡിസൈൻ ഒന്നിടവിട്ട് കളർ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് പറ്റിയ പണി എന്ന് പറഞ്ഞാൽ ഞാൻ 2 കളറോടെ ഒരുമിച്ച് കൊടുത്തുകൊണ്ട് തന്നെ ഞാൻ സ്ക്രാപ്പ് ചെയ്യുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ആയി ആകെ ഒരു വൃത്തിയില്ലാത്ത കണക്കായി പോയിട്ടോ. ഇങ്ങനെ ഒരു കേക്കിൽ ചെയ്ത് പണി കിട്ടിയിട്ട് ഞാൻ അതൊന്നും വയ്ക്കാതെ 2ഉം 3ഉം കേക്കിലും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ 3 ടയറിൽ ഞാൻ ഇതുപോലെ തന്നെ ചെയ്ത് കൊളാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒട്ടും വൃത്തിയില്ലാതെ തോന്നിയിട്ട് പിന്നെ ഞാൻ അവസാനം സ്ക്രാപ്പ് ചെയ്ത് കളയാൻ കേട്ടോ ചെയ്തത്. കണ്ടില്ലേ, സ്ക്രാപ്പ് ചെയ്ത് കളഞ്ഞിട്ട് കുറച്ചുകൂടി ഫ്രണ്ടിലോട്ട് ഞാൻ ഇതുപോലെ വേവി ഓരോ കളർ വെച്ച് വരച്ച് സ്ക്രാപ്പ് ചെയ്തെടുക്കാൻ കേട്ടോ ചെയ്തത്. അപ്പോൾ നല്ല വൃത്തിയായിട്ടുണ്ടായിരുന്നു. ഇനി കുറച്ച് ഫോണ്ടൻ്റ് ബോക്സ് ആണ് കേട്ടോ. കുറച്ച് ബോൾസും അതുപോലെ തന്നെ ഫ്ലവേഴ്സും ഒക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം എഡിബിൾ അല്ലാത്ത ബട്ടർഫ്ലൈസും അതുപോലെ തന്നെ ഫോക്സ് ബോൾസും ആണ് കേട്ടോ നമ്മൾ വെച്ച് കൊടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് ഗോൾഡൻ കളറും ഷുഗർ ബോൾസ് ഒക്കെ ഇട്ട് നമ്മുടെ കേക്കിൻ്റെ ലുക്ക് കൂടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പേര് എഴുതി കൊടുത്തിട്ടുള്ളതും ഫോണ്ടനിലാണ്. ഫോണ്ടനിൽ ഗോൾഡൻ ഡസ്റ്റ് അപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ പേര് വെച്ച് കൊടുത്തിട്ടുള്ളത്. എൻ്റെ ഒരുപാട് സമയം നഷ്ടപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു കേൾക്കാറുണ്ട് കേട്ടോ. എന്നാലും ഫൈനൽ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് ഇരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ട് തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കാം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെയും ടാറ്റാ.